ആ സാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തിരിച്ചുവരവാണല്ലോ നമ്മളിപ്പോ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ. അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായിട്ട് ആ, തെളിവുകൾ നിരത്തി തെളിവുകൾ നിരത്തിയാണല്ലോ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതോടൊപ്പം തന്നെ SITയുടെ ആ ഒരു പുതിയ ഉത്തരവും, അദ്ദേഹത്തിന്റെ പീഡന പരാതി മേലുള്ള പുതിയ ഉത്തരവിനെ എങ്ങനെ നോക്കിക്കാണുന്നു അപ്പൊ? യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അനൌദ്യോഗിക താരപ്രചാരകരിൽ ഒരാൾ. സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്ന സ്വീകാര്യത അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഇതൊന്നും കോൺഗ്രസിലെ നേതാക്കന്മാർ തിരിച്ചറിയുന്നില്ല അല്ലെ? അങ്ങനെ പറയാൻ കഴിയില്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. അതായത് CPM ഒരു കേഡർ പാർട്ടിയാണ്, BJPയും വലിയൊരു ശതമാനം വരെ കേഡർ പാർട്ടിയാണ്, കോൺഗ്രസ് പലപ്പോഴും നേതാക്കളുടെ പാർട്ടിയാണ്. അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും മാധ്യമ പിന്തുണയും മറ്റും അവർക്ക് ആവശ്യമാണ്. ഈ മാധ്യമ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പം കൂടെ ഉള്ളവരെ വേണ്ട രീതിയിൽ അംഗീകരിക്കാതിരിക്കുന്ന ഒരു പ്രവണത കോൺഗ്രസിനകത്ത് ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. അത് ശരിയല്ല, പക്ഷെ അങ്ങനെ ഒരു പ്രവണത ചിലപ്പം കാണാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ശക്തമായ രീതിയിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനറിയാം അതാണ് കേരളത്തിന് നല്ല, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ല, പക്ഷെ കേരളത്തിന് നല്ല അതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി എന്താ പറയണേ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാം, പക്ഷേ രാഹുലിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ അല്ല, ഇത് ഇത്രയൊക്കെ ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ട് നേതാക്കൾ എന്തുകൊണ്ടായിരിക്കാം രാഹുലിനെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ചേർത്ത് നിർത്താത്തത്? എത്രയൊക്കെ കേഡർ പാർട്ടി അല്ല എന്ന് പറയുമ്പോഴും ഇത്രയൊക്കെ പ്രവർത്തിക്കുന്ന നേതാവിനെ പലപ്പോഴും വിവാദങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഭയം, അകാരണമായ ഭയം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭയത്തിന്റെ ഒന്നും ആവശ്യമില്ല, ചിലപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ വിവാദങ്ങളും മറ്റും വെച്ചിട്ടായിരിക്കാം. പക്ഷെ രാഹുൽ എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി തന്റെ പ്രവർത്തനം പൂർവാധികം ശക്തിയോടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം വരുന്ന കാര്യമാണ്. ഞാൻ രാഹുലിന്റെ വീഡിയോ കണ്ട് വളരെ ഇഷ്ടപ്പെടുകയും രാഹുലിന്റെ മെസ്സേജ് അയക്കുകയും ചെയ്തു. രാഹുല് ഒരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങണം, വളരെ ശക്തമായി പ്രവർത്തിക്കണം. കാര്യം രാഹുൽ എന്ന പ്രതിഭയെ കേരളത്തിന് ആവശ്യമുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും ആവശ്യമുണ്ട്. പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കളൊക്കെ പരസ്യമായിട്ടല്ലേ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത്? കാരണം ഇനിയും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള അപഹാസ്യം തുടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പക്കൽ പല തെളിവുകളുമുണ്ട്, ഇനി അത് ഞാൻ പുറത്തേക്ക് വിടുമെന്നുള്ളതാണ് ആ നേതാക്കളൊക്കെ പറയുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താനടക്കം. കോൺഗ്രസിലെ നമ്മുടെ എല്ലാം പഴയ കൂട്ടുകുടുംബങ്ങളെ പോലെയാണ് കോൺഗ്രസ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി നിൽക്കുകയും മറ്റും ചെയ്യും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരു പ്രസ്ഥാനത്തിന് ഈ വിജയം സാധ്യമാണോ? ഇപ്പൊ ഒരു കൊച്ചു അങ്ങനെയല്ല, നേരെ തിരിച്ചായി. യഥാർത്ഥത്തിൽ അത് ജനാധിപത്യത്തിന്റെ ആന്തരിക ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ്. അല്ല, കോൺഗ്രസ് ഇന്ത്യയിൽ തരിപ്പണമല്ലേ, അത് ഈ തമ്മിലടിയൊക്കെ കൊണ്ട് തന്നെയല്ലേ? അപ്പൊ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ ഇങ്ങനെ ഈ തമ്മിലടി കൊണ്ടല്ല. ഇന്ത്യയിലെ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ പോകുന്നതിന്റെ റീസൺസ് വേറെയാണ്, കേരളത്തിലെ റീസൺസ് വേറെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പോകുന്നത് നരേന്ദ്രമോദിയുടെ വളർച്ചയും നരേന്ദ്രമോദി ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തതുമാണ് അവിടെ കോൺഗ്രസിന്റെ തളർച്ചയ്ക്ക് കാരണം. മറ്റു സംസ്ഥാനങ്ങളിലും BJPക്ക് വളർച്ചയില്ല. ഇപ്പൊ ഒറീസയിൽ ഇപ്പൊ നമ്മൾ ഹിന്ദി ഹൃദയഭൂമി അല്ലാതെ ഇപ്പൊ നമ്മൾ ഒറീസയിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യേണ്ടതല്ലേ അല്ലേ? വലിയ രീതിയിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലോ, മുസ്ലിം വോട്ടുകൾ കൊണ്ടല്ലോ. അപ്പോ OBC ഹിന്ദു വോട്ടുകൾ വലിയ രീതിയിൽ അവർക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ അവരുടെ വിജയത്തിന് കാരണം. എല്ലാവർക്കും അറിയുന്ന റീസൺ അല്ലേ, നമ്മൾ മറച്ചു വെച്ച കാര്യമുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ജാതി മത വർഗ വർണ്ണ ഭാഷാ വിഭാഗങ്ങളുണ്ട്. ഇവരെ ഒരു നൂലിൽ കോർത്തിറക്കിയതുപോലെ കൊണ്ടുപോകാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷം ഒരുപാട് കാലം കോൺഗ്രസുകാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് BJPക്കും വലിയൊരു പരിധി വരെ ഈ ഹിന്ദു കൺസോളിഡേഷൻ സാധ്യമായി. ആർക്കാണ് ഈ വ്യത്യസ്ത സമുദായങ്ങളെ, ജാതികളെ, മതത്തെ, വിഭാഗത്തെ, ഭാഷയെ, വർണ്ണത്തെ ഇവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരുമിപ്പിക്കൽ എന്ന് നമ്മൾ പറയുന്നു. അപ്പോ അതാണ് നോർത്ത് ഇന്ത്യയിലെ പ്രശ്നം. കോൺഗ്രസിനുള്ള പിന്തുണ എന്ന് പറയുന്നത് പൊതുവെ നേതാക്കൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയല്ലേ? ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കേസിലാണെങ്കിലും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണെങ്കിലും. അപ്പൊ ഈ രാഹുൽ ഞാൻ ഒന്നുകൂടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം. അതായത് CPM കേഡർ പാർട്ടിയാണ്, BJPയും വലിയൊരു ശതമാനം വരെ കേഡർ പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസ് പലപ്പോഴും നേതാക്കളുടെ പാർട്ടിയാണ്. അപ്പോ നേതാക്കൾക്ക് മാധ്യമ പിന്തുണ പ്രധാനമാണ്. മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധരെന്ന് ചാപ്പ കുത്താതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ചിലർ പറയുന്നുണ്ടാകാം. പക്ഷെ രാഹുൽ
ശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാര്യം അത്രമാത്രം ജനപിന്തുണ രാഹുലിനുണ്ട്. അതിനൊരു കാര്യം കൂടെ ഉണ്ട്. രാഹുലിനോട് അനീതി ചെയ്തു എന്ന തിരിച്ചറിവിലാണ് കേരളം രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. ഉദാഹരണം, ഞാൻ രാഹുലിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന വ്യക്തിയല്ല. രാഹുൽ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്, ഞാൻ ഗാന്ധിയൻ റൈറ്റ് ആണ്. പക്ഷേ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണം രാഹുൽ അത്രമാത്രം അനീതി, ഇത്രമാത്രം ഒരു യുവാവിനെ, ചെറുപ്പക്കാരനെ ചവിട്ടിത്തേക്കാനും ചവിട്ടി താഴ്ത്താനും ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളത്. അങ്ങനെ ആരൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ ശ്രമം ഉണ്ടായെന്ന് താങ്കൾ കരുതുന്നു? ആദ്യ ശ്രമം ഉണ്ടായത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ്. മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിപ്പ് നൽകാനും ആ ഒരു ക്ലിപ്പുകളൊക്കെ പ്രചരിപ്പിക്കാനും ഉള്ള ഒരു അതൊക്കെ നൽകിയത് ആരുടെ ഭാഗത്തു നിന്ന്? ഈ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് കരുതുന്നുണ്ട്? അല്ല, കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നല്ല, പലപ്പോഴും CPM-കാരാ ചെയ്യുന്നത്. കാര്യം പാലക്കാട് രാഹുൽ മാറിയാൽ പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രാഹുലിന് കിട്ടിയത്. അപ്പം പാലക്കാട് രാഹുൽ മാറിയാൽ തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നറിയുകയുണ്ടായി. അങ്ങനെയാണ് രാഹുലിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിലെ ചില കാര്യങ്ങൾ പരമാവധി രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്തത്. അത് ശരിയല്ല. അത് രാഹുലിന്റെ കാര്യത്തിലും ശരിയല്ല, ഗണേഷ് കുമാർ സാറിന്റെ കാര്യത്തിലും ശരിയല്ല, മുകേഷിന്റെ അല്ലെങ്കിൽ മുകേഷിന്റെ കാര്യത്തിലും ശരിയല്ല, ആരുടെ കാര്യത്തിലും. ധാർമ്മികത നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലേ? അല്ലെന്ന് കോടതി പറഞ്ഞില്ലേ? അല്ലെന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞില്ലേ? ഇവർ പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെട്ടതിൽ തെറ്റില്ല എന്നും അങ്ങനെ പ്രശ്നമില്ല എന്നും നമ്മളല്ലല്ലോ, കോടതി പറഞ്ഞില്ലേ? രാഹുലിന്റെ കേസിൽ താഴ്കോടതി മുതൽ സുപ്രീം കോടതി വരെ രാഹുലിന് അനുകൂലമായിട്ടുള്ള സമീപനമല്ലേ സ്വീകരിച്ചത്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ എന്തിനാ ഇവരുടെ വ്യക്തി ജീവിതത്തെ, അതായത് രാഹുൽ ഒരു ക്രൈമും ചെയ്തിട്ടില്ല, പകരം രാഹുലിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ എടുത്ത്, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, 3 കേസുകൾ വന്നു. 3 കേസുകളും വ്യാജ പരാതികളോ അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ ആണെന്നല്ലേ തെളിഞ്ഞത്. അത് നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത്? കോടതികളുടെ വിധി എന്താ? പരസ്പര സമ്മതത്തോടെ ഇവർ ബന്ധപ്പെട്ടു എന്നല്ലേ. ഇനി എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ എന്തിനാ ഈ സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? നേരെ തിരിച്ച് രാഹുലിന്റെ കേസിന് ശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നു. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് വരെ സുപ്രീം കോടതിയുടെ വിധി വന്നില്ലേ. അപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇത് രാഹുലിനെതിരെയും ചെയ്യാൻ പാടില്ല, CPM MLA മുകേഷിനെതിരെ ചെയ്യാൻ പാടില്ല, ഗണേഷ് കുമാർ സാറിനെതിരെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ആർക്കെതിരെയും അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ചെയ്യാൻ പാടില്ല, വേറെ ആർക്കെതിരെയും ചെയ്യാൻ പാടില്ല. രാഹുലിനെതിരെ നടന്ന ഒരു രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ്. രാഹുലിനെതിരെ നടന്നത് 100% രാഷ്ട്രീയ പകപോക്കലും രാഹുൽ എന്ന യുവാവിനെ കരിവാരിത്തേക്കാനും ചവിട്ടിത്തേക്കാനും ഉള്ള ശ്രമമാണെന്ന് നമ്മൾ തെളിഞ്ഞതുകൊണ്ടല്ലേ. ഇന്ന് ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇന്ന് 3 പാർട്ടികൾ എടുക്കുക, കോൺഗ്രസ്, CPM, കമ്മ്യൂണിസ്റ്റ്. ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമ പിന്തുണയുള്ള ആർക്കാണ്? ഒരു സംശയവും വേണ്ട, രാഹുൽ കൂട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ ഒരു MLA എന്ന നിലയിൽ റോഡിൽ ഇറങ്ങിയാൽ ആൾക്കാർ കേൾക്കാൻ ഓടിക്കൂടുന്നതും അദ്ദേഹം കാണിക്കുന്നു ആരോടാണ്? രാഹുൽ മാങ്കൂട്ടത്തിനോടാണ്. അല്ല, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പിന്തുണ എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പിന്തുണയല്ല, അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പിന്തുണ ഒരു യാഡ്സ്റ്റിക്കാണ്, അത് മാത്രമാണെന്ന് ആരും പറയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ PR വർക്ക് കൊണ്ടുള്ള പിന്തുണയല്ല യഥാർത്ഥ പിന്തുണ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യാഥാർത്ഥ്യത്തെ ഇളക്കാൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. അല്ല, പാലക്കാട്ടപ്പം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുന്ന MLA ആയതോ? ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്വാഭാവികമായിട്ടും ഒരുപാട് മുസ്ലിം കൺസോൾട്ടേഷൻ ഒക്കെ അവിടെ നടന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം ആദ്യമായിട്ട് റാലി നടത്തിയതൊക്കെ ആരായിരുന്നു? അപ്പൊ അവിടെയാണ് വ്യത്യാസം. രാഹുൽ ഹിന്ദു നായരും അല്ലേ? രാഹുൽ ഒരു മതേതരവാദിയാണത് വേറെ. പക്ഷെ ആ ഹിന്ദു നായർക്ക് മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ തെളിവല്ലേ അത്? അല്ല, അത് BJPയുടെ വിജയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ മാത്രമല്ലേ? ഈ എല്ലാ പാർട്ടികൾക്കും അങ്ങനെ സോഷ്യൽ ഇക്വേഷൻസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് BJP യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, മുസ്ലിം സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ലവ് ജിഹാദ് പോലുള്ള ക്യാമ്പയിൻ ഉപേക്ഷിക്കണം. ഇത് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, സാക്ഷാൽ ഈ ശ്രീധരൻ സാർ, പാലക്കാട്ട് മത്സരിച്ച ഈ ശ്രീധരൻ സാർ രാഷ്ട്രീയം അതിനുശേഷം ഉപേക്ഷിക്കുമ്പോൾ ഈ ശ്രീധരൻ സാർ BJPക്ക് കൊടുത്തതായി മാധ്യമങ്ങളിൽ വന്ന ഉപദേശമാണ് നമ്മൾ ഈ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കരുത് എന്ന്. ഈ ശ്രീധരൻ സാറിനെ പോലെ 90 കഴിഞ്ഞൊരു മനുഷ്യൻ അത് പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളം എത്ര കാലം പറഞ്ഞു നിൽക്കുന്ന ഇത് കേൾക്കുന്ന ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ നമ്മളെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഏകദേശം? എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, രാഹുൽ കുറച്ച് നാളുകൾക്കുള്ളിൽ രാഹുലിനെതിരെയുള്ള കേസ് ക്വാഷ് ചെയ്യാൻ കോടതികളെ സമീപിക്കും.
അതാണല്ലോ നെക്സ്റ്റ് പ്രോസസ്. ആരാണെങ്കിലും, രാഹുൽ ആണെങ്കിലും ഈ താങ്കളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾക്കെതിരെ അനീതി ചെയ്തു എന്ന് നമുക്ക് കരുതുകയാണെങ്കിൽ നമ്മൾ കോടതിയെ കേസ് ക്വാഷ് ചെയ്യാൻ, നിങ്ങൾ അങ്ങനെ കേസ് ക്വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുലിന് തിരിച്ചു വരവിനുള്ള സാധ്യതകൾ ഒരുങ്ങും. അങ്ങനെയാണല്ലോ സ്വാഭാവികം. നമ്മുടെ നാട്ടിൽ ഉടനെ തന്നെ നേതാക്കൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കും, പാർട്ടിയിലേക്ക് തന്നെ ഉടനെ തന്നെ തിരിച്ചെടുക്കും. അങ്ങനെ പറയാൻ കഴിയില്ല. കോൺഗ്രസിനുള്ളിൽ ഒരുപാട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടെന്ന് അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് വീണ്ടും എതിരായി വരില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും? അപ്പൊ ഇദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന അറിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകത എന്നിരുന്നാലും ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അല്ലെ കാര്യങ്ങളുടെ? അല്ലല്ല, അതൊരിക്കലും ആയിരിക്കില്ല. രാഹുലിന്റെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്ത് ആ ചെറുപ്പക്കാരനുണ്ടെന്ന് തെളിയിച്ചത് എന്തുകൊണ്ടാണ്? ഇത്രയും കാലം മാധ്യമ വേട്ടയാടലും രാഷ്ട്രീയ വേട്ടയാടലും ഉണ്ടായിട്ടും അദ്ദേഹം തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും ഒരുപക്ഷെ കൂടുതൽ ശക്തനായി ഇന്നും സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാ? രാഹുലിന് തിരിച്ചു വരാൻ. പിന്നെ രാഹുൽ വളരെ യങ്ങാണ്, 30s. രാഹുലിന് സമയമുണ്ട് തിരിച്ചു വരാൻ. അപ്പോ രാഹുലിന്റെ ജീവിതത്തിലെ ആ നെഗറ്റീവ് ചാപ്റ്റർ മാറി കൂടുതൽ അനുകൂലമായി രാഹുലിന് മുമ്പോട്ട് വരാനും കഴിയട്ടെ. രാഹുൽ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് രാഹുൽ വേറെ ഒരു പാർട്ടിയിലും പോകില്ല. CPM പോകില്ല, BJP പോകില്ല. രാഹുൽ നല്ല നെഹ്റുവിയൻ ലെഫ്റ്റാണ്. രാഹുലിനോട് എനിക്കത് വിയോജിപ്പാണ് കേട്ടോ, അത് വേറെ. ഞാൻ ഗാന്ധിയൻ റൈറ്റ് ആണ്. രാഹുലിനോട് രാഷ്ട്രീയപരമായി വിയോജിക്കുമ്പോഴും രാഹുലിന്റെ കഴിവ്, രാഹുലിന്റെ പ്രതിഭ, രാഹുലിന്റെ പോസിറ്റിവിറ്റി നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ മലയാളികൾ ഇതേപോലെ പ്രഗത്ഭരായ ഒരുപാട് പാർട്ടിയിലെ ആൾക്കാരുണ്ട്. രാഹുൽ ഇപ്പം കോൺഗ്രസിലാണെങ്കിൽ രാഹുൽ പെട്ടെന്ന് ഓർമ്മ വരുന്നുകൊണ്ട് പറയാം. CPM-ലാണെങ്കിൽ ശ്രീ സ്വരാജിന്റെ അറിവ് ഭയങ്കരമാണ്. അത് ബാബു സാർ ഓരോ ഇക്വേഷൻസ് ആണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം. അപ്പൊ CPM-ലെ സ്വരാജോ അല്ലെങ്കിൽ BJP-ലെ ഒരു സെന്റ് BJP-ലെ ശങ്കുട്ടി ദാസോ, ഇനി ഓരോ പാർട്ടി, മുസ്ലിം ലീഗിലെ നവാസോ, പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ CPI-ലെ ജിസ്മോനോ, ഒരുപാട് ഈ യുവ പ്രതിഭകൾ പല പാർട്ടികളിലും ഉണ്ട്. ഇവരോട് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇവരുടെ വൈബ്രൻസ് നമ്മുടെ കേരളത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഷാഫിയെ പോലൊരു നേതാവ് ഒരു പാൻ കേരള പാൻ ഇന്ത്യൻ നേതാവായി നമ്മുടെ എല്ലാ നേതാവായി വരണം. ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ, എനിക്ക് വളരെ ചാണ്ടി സാറിന്റെ മോനായ ചാണ്ടി ഉമ്മൻ, പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞ പേരെ പറഞ്ഞുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഫാത്തിമ തെഹലിയ. അപ്പൊ അങ്ങനെ ചിന്ത എനിക്ക് ഇഷ്ടമുള്ളൊരു നേതാവാണ് CPM-ലെ ചിന്ത. അപ്പോ ഇതേപോലുള്ള നേതാക്കളുടെ യുവത്വവും ഊർജവും നമ്മുടെ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളെന്ന ഇപ്പൊ രാഹുലിനെതിരെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള SIT ഉത്തരവിന് എങ്ങനെ നോക്കിക്കാണുന്നു? ഏറ്റവും ഒടുവിൽ SIT പലപ്പോഴും PIT ആയി മാറരുത്, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറരുത്. SIT ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കളൊക്കെ പറഞ്ഞത് രണ്ടാമത്തെ കേസിലാണ് ഇത് ചെയ്തതെന്നാണ്. രണ്ടാമത്തെ കേസിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞതല്ലേ? ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൽ ഞങ്ങൾക്ക് ഈ പരാതിയിൽ സംശയമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതി എഴുതി വെച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കൊടുക്കാൻ നോക്കുന്നതിൽ എന്തെങ്കിലും ന്യായവും നന്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവര് ബാംഗ്ലൂരിൽ ചെന്ന് ഏതോ ഒരു പെൺകുട്ടിയുടെ പരാതി എഴുതി മേടിച്ചോണ്ട് വന്നു. ആ സാധനത്തിന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളിത് എന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇനി നാളെ കോൺഗ്രസ്സുകാർ വന്നാൽ തിരിച്ച് CPM-ലെ ഒരു യുവ നേതാവിനെ ഇതേപോലെ വേട്ടയാടരുത്, അല്ലെങ്കിൽ BJP-യിലെയോ വേറൊരു പാർട്ടിയിലെയോ നേതാവിനെ വേട്ടയാടരുത്. ഈ വേട്ടയാടലിന്റെ രാഷ്ട്രീയം നമുക്ക് നിർത്തണം. പകരം നമുക്ക് ചാനൽ ചർച്ചയിൽ അടികൂടാം, നിങ്ങളെ പോലുള്ള ചാനലിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാം. പക്ഷേ വേറൊരാളുടെ വ്യക്തി ജീവിതത്തെ ആക്രമിച്ച് അധിക്ഷേപിച്ച് ജയിലിലാക്കുന്ന രാഷ്ട്രീയം നിർത്തണ്ടേ? അവസാനിപ്പിക്കേണ്ടതാണ് അല്ലേ? അത് 100% ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പാർട്ടി മാത്രമുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവൂ? CPM മാത്രമുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവൂ? BJP മാത്രമുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവൂ? ഇല്ല. എല്ലാ പാർട്ടികളും, എല്ലാ മതങ്ങളും, എല്ലാ ജാതികളും എല്ലാ കാലവും നിലനിൽക്കും. അപ്പൊ നമ്മുടെ ഇടയിൽ പരസ്പര ധാരണ, സമവായം, സൗഹാർദ്ദം, സാഹോദര്യം, വിയോജിപ്പുകളുടെ ഇടയിൽ യോജിപ്പ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ശശി തരൂരിന്റെ വാക്കാണ്. ബഹുമാനത്തോടെയുള്ള വിയോജിപ്പുകൾക്കിടയിലുള്ള യോജിപ്പ്, ഇത് കണ്ടെത്തി മുമ്പോട്ട് പോവുകയല്ലേ നമ്മൾ വേണ്ടത്? ആലോചിച്ച് നോക്കുക.